നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യം മുതൽ അവസാനം വരെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. കരിമ്പനകളുടെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെയും നാടായ പാലക്കാടിൻ്റെ വിരിമാറിൽ വിനോദസഞ്ചാരികൾക്കായി ഒരു സ്ഥാപനം. പാലക്കാട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് കോഴിക്കോട് കോയമ്പത്തൂർ ബൈപ്പാസ് റോട്ടിൽ മണലിയിലാണ് സംസ്കാര ടൂർസ് ആൻഡ് ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ടൂർ പ്രോഗ്രാം ബുക്ക് ചെയ്യുന്നവർക്ക് പ്രത്യേക പാക്കേജ് ഇളവുകൾ നൽകുന്നതായി കമ്പനി അധികൃതർ അറിയിച്ചു. ക്ലബ്ബുകൾ, വിദ്യാലയങ്ങൾ, ടൂർ സംഘടനകൾ എന്നിവയ്ക്ക് പ്രത്യേക ഇളവുകൾ ഉണ്ടെന്നും അവർ അറിയിച്ചു. ഫോൺ നമ്പർ 8078144333 8078244333 8078344333 എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത്. സംസ്കാര ടൂർസ് ആൻഡ് ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഉദ്ഘാടനം പാലക്കാട് RTO ജെർസൺ നിർവഹിച്ചു. പ്രവർത്തകരായ വിജയകുമാർ അധ്യക്ഷനായി. മണികണ്ഠൻ, C. മുകുന്ദൻ, T. ഗോപിനാഥൻ, AS ബേബി എന്നിവർ സംസാരിച്ചു. സ്കൂളുകൾ, കോളേജുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, വായനശാലകൾ, ടൂർ ക്ലബ്ബുകൾ എന്നിവർക്ക് പ്രത്യേക ഇളവുകൾ നൽകുന്നു. കുടുംബശ്രീ പ്രവർത്തകർക്കും ടൂർ പോകുന്നതിന് പ്രത്യേകം ഇളവുകൾ അനുവദീയമാണ്. ശബരിമല ദർശനം, ഗുരുവായൂരമ്പലം, നാലമ്പല യാത്ര, വേളാങ്കണ്ണി യാത്ര തുടങ്ങി പുണ്യസ്ഥലങ്ങളിലേക്കുള്ള തീർത്ഥാടന യാത്രകളും ഒരുക്കുന്നുണ്ട്. പരിചയ സമ്പന്നരായ ഡ്രൈവർമാർ, സുഖമായി ഇരുന്ന് യാത്ര ചെയ്യാവുന്ന സീറ്റ് അറേഞ്ച്മെൻറ്റ്, പോകുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ കാഴ്ചകൾ കാട്ടിത്തരാനും വിശദീകരണം തരാനും വിശ്വസ്തരായ ടൂറിസ്റ്റ് ഗൈഡുകൾ. കുടുംബസമേതം പോകുന്നവർക്കും വിദ്യാർത്ഥിനികൾക്കും സുരക്ഷിതമായി താമസ സൗകര്യവും രുചികരമായ ഭക്ഷണവും ഒരുക്കുന്നു. കമ്പനിയുടെ ടൂർ പാക്കേജുകൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഫാമിലി ടൂർ പാക്കേജ്, ഇൻ്റർനാഷണൽ ടൂർസ്, ഡൊമസ്റ്റിക് ടൂർസ്, സ്റ്റുഡൻസ് ടൂർ, ഹണിമൂൺ ടൂർ പാക്കേജ്, അഡ്വഞ്ചർ ടൂർ, കോപ്പറേറ്റീവ് ടൂർ, വീക്കെൻഡ് ടൂർ, റെയിൻ ടൂറിസം, വില്ലേജ് ടൂറിസം എന്നിവയും മൂന്നാർ, വാഗമൺ, AC ഡീലക്സ് ഹൗസ് ബോട്ട്, ഡൽഹി കുളു മണാലി, മൈസൂർ, കൊടുഗ്, ഹൈദരാബാദ്, ഊട്ടി, ഗോവ, മൂകാംബിക, ഉടുപ്പി തുടങ്ങിയ ടൂർ പാക്കേജുകൾ ഇവിടെ ഉണ്ട്. നമുക്കിനി ബസ്സിൽ യാത്ര ചെയ്യാം. സംസ്കാരയുടെ ടൂറിസ്റ്റ് ബസ്സുകളിലിരുന്ന പാലക്കാട് നഗരം ചുറ്റിക്കാണാനുള്ള യാത്ര മണലിയിലുള്ള ഓഫീസിൽ നിന്നും പുറപ്പെടുകയാണ്. മനോഹരമായ ഈ ബസ്സിൽ നമുക്ക് യാത്ര തുടരാം. മണലിയിലുള്ള ഓഫീസിൽ നിന്നും ബസ്സുകൾ റോഡ് ഷോയ്ക്ക് വേണ്ടി വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ ബസ്സുകളാണ്. നല്ല ഇരിപ്പിടങ്ങൾ, സുഖമായി യാത്ര ചെയ്യാൻ ഏറ്റവും പറ്റിയ ബസ്സുകൾ.
നാം ഇപ്പോൾ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തെ IMA ജംഗ്ഷനിലേക്കുള്ള ബൈപ്പാസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പച്ചപ്പ് വിരിച്ച മരങ്ങൾ നമുക്ക് കാണാനാകും. വിനോദസഞ്ചാരം പോകുമ്പോൾ സുഖകരമായി നമുക്ക് സൈഡ് സീൻ കാണാനാവും. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് IMA ജംഗ്ഷനിലാണ്. IMA ജംഗ്ഷനിൽ നിന്നും സിവിൽ സ്റ്റേഷൻ വഴിക്ക് പോകുന്ന റോഡിലേക്കാണ് സംസ്കാരയുടെ ബസ്സുകൾ തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ടൂറിസ്റ്റ് ബസ്സുകളുടെ നീണ്ട നിര കണ്ടിട്ട് തന്നെ ഈ പ്രദേശത്തെ യാത്രക്കാർ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കാറിലിരുന്നു കൊണ്ട് വാഹനയാത്ര ക്യാമറാമാൻ തൻ്റെ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. സിവിൽ സ്റ്റേഷൻ പിന്നിട്ട് പാലാട്ട് ജംഗ്ഷനിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബസ്സുകളുടെ മനോഹരമായ പുറം കാഴ്ച വീക്ഷിച്ചുകൊണ്ട് ഒട്ടേറെ കാൽനട യാത്രക്കാർ ഈ പ്രദേശത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. വരി വരിയായി ടൂറിസ്റ്റ് ബസ്സുകൾ പോകുന്നത് ഒരു അത്ഭുത കാഴ്ചയായി തന്നെയാണ് ഈ ജംഗ്ഷനിലെ കാൽനട യാത്രക്കാർ നോക്കി കണ്ടുകൊണ്ടിരുന്നത്. നാം ഇപ്പോൾ വിക്ടോറിയ കോളേജ് ജംഗ്ഷനിലെ മേൽപ്പാലത്താണ് നിൽക്കുന്നത്. വാഹനങ്ങൾ കടന്നു പോകുന്നത് മേൽപ്പാലത്തിനടിയിലൂടെ. മനോഹരമായ ദൃശ്യം നമുക്ക് കാണാൻ കഴിയുന്നു. സംസ്കാരയുടെ ബസ്സുകൾ ഒന്നൊന്നായി മേൽപ്പാലത്തിനടിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സിഗ്നൽ ജംഗ്ഷനിൽ അല്പനേരം വണ്ടികൾ നിൽക്കേണ്ടി വന്നു എങ്കിലും വേഗം തന്നെ വണ്ടികൾ വീണ്ടും യാത്ര തുടർന്നു. വിക്ടോറിയ കോളേജ് പരിസരത്തിൽ നിന്നും നാം ഇപ്പോൾ കോഴിക്കോട് കോയമ്പത്തൂർ ബൈപ്പാസിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി അല്പദൂരം മാത്രമാണ് സംസ്കാരയുടെ മണലിയിലേക്കുള്ള ഓഫീസിലേക്ക് എത്താനുള്ളത്. ബൈപ്പാസിലൂടെ വാഹനം നീങ്ങിക്കൊണ്ട് സംസ്കാരയുടെ വാഹനങ്ങളുടെ റോഡ് ഷോ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിമിഷങ്ങൾക്കകം സംസ്കാരയുടെ ഓഫീസിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നമ്മൾ എത്തിച്ചേരുന്നതാണ്. സുഖകരമായ യാത്രയായിരുന്നു എന്ന് വാഹനത്തിലെ യാത്രക്കാർ പറഞ്ഞു.
നല്ല ഡ്രൈവിംഗ്, സുഖകരമായ സീറ്റ് അറേഞ്ച്മെൻറ്റ്, സുഖമായി കാഴ്ചകൾ കാണാനുള്ള സൗകര്യം എല്ലാം ഈ വണ്ടികളിലുണ്ടെന്ന് യാത്രക്കാർ സന്തോഷത്തോടെ പങ്കുവച്ചു. നാം ഇപ്പോൾ സംസ്കാരയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. ഓഫീസിന് മുന്നിലൂടെ വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ടിൽ സംസ്കാരയുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. യാത്രക്കാർ ഇറങ്ങി ഇതാ ഓഫീസ് പരിസരത്തേക്ക് നടന്നു വരുന്നു. യാത്രക്കാർക്ക് വേണ്ടി ഒരു സദ്യ തന്നെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘാടകർ ഒരുക്കിയിരുന്നു. സദ്യ കഴിച്ചാണ് എല്ലാവരും മടങ്ങിയത്.